നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പ്രഭാസിന്റെ സയൻസ് ഫിക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ കൽക്കി ജപ്പാനിലേക്കും. പ്രഭാസ് നായകനായ വമ്പൻ സയൻസ് ഫിക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ കൽക്കി ജപ്പാനിൽ റിലീസിനൊരുങ്ങുന്നു. 2025 ജനുവരി 3 ഷോഗറ്റ്സുവിന് തൊട്ടു മുമ്പ് ചിത്രം ജപ്പാനിൽ റിലീസ് ചെയ്യും. വ്യവസായ പ്രമുഖനായ കബാത കൊയ്സോയുടെ കീഴിലുള്ള ട്വിൻ ആണ് ചിത്രം ജപ്പാനിൽ വിതരണം ചെയ്യുന്നത്. വൈജയന്തി മൂവീസ് നിർമ്മിച്ച കൽക്കി ആഗോള ഗ്രോസ് 1200 കോടിക്ക് മുകളിലാണ്. ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 300 കോടിയിലധികം രൂപ നേടിയ ചിത്രം 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറി. ദേശീയ അവാർഡ് ജേതാവായ നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദുൽഖർ സൽമാൻ, ദീപിക പദുകോൺ, ശോഭന, അന്നാബൻ, ദിശ പട്ടാനി, വിജയ് ദേവർകൊണ്ട എന്നിങ്ങനെ വലിയ താരനിര തന്നെയുണ്ട്. ബെൻഹർ ഫിലിംസിന്റെ ബാനറിൽ ബിജു ആന്റണി നിർമ്മിച്ചു സിൻഡോ സണ്ണി സംവിധാനം ചെയ്യുന്ന പുഞ്ചിരിമുറ്റത്ത് ഇട്ടിക്കോര എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു. ഇട്ടിക്കോര എന്ന കേന്ദ്ര കഥാപാത്രത്തെ KU മനോജ് അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിലൂടെ KU മനോജ് മെയിൻ സ്ട്രീം സിനിമയുടെ മുൻനിരയിലേക്ക് കടന്നു വരികയാണ്. ഹന്ന റെജി കോശിയാണ് നായിക. രജനീകാന്ത് ചിത്രമായ വേട്ടയാനിലൂടെ മുഖ്യവേഷമണിഞ്ഞ തന്മയ് സോൾ ചിത്രത്തിന്റെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ജാഫർ ഇടുക്കി, ജെയിംസ് ഏല്യ, വിനീത് തട്ടിൽ, പ്രമോദ് വെളിയനാട്, സജിൻ ചെറുകരയിൽ, കലാഭവൻ റഹ്മാൻ, ശ്രീധന്യ, ആർട്ടിസ്റ്റ് കുട്ടപ്പൻ, മനോഹരിയമ്മ, പൗളി വത്സൻ, ഷിനു ശ്യാമളൻ, ജസ്നിയ K ജയതീഷ്, തുഷാര, അരുൺ സോൾ, പ്രിയ കോഴിക്കോട് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ബിജു ആന്റണിയുടേതാണ് കഥയും തിരക്കഥയും സംഭാഷണവും. സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ശങ്കർ ശർമ്മ. ഛായാഗ്രഹണം റോജോ തോമസ്. ദുൽഖർ സൽമാൻ നായകനായ പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കർ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ പ്രദർശനം തുടരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം എല്ലാ ഭാഷകളും വമ്പൻ വിജയമാണ് നേടുന്നത്. പ്രദർശന വിജയത്തിന്റെ 2ാം വാരത്തിലേക്ക് കടന്ന ചിത്രം ആഗോള ഗ്രോസായി 90 കോടിയും മറികടന്ന് കുതിപ്പ് തുടരുകയാണ്. ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രം മാറിക്കഴിഞ്ഞു. എല്ലാ ഭാഷയിലും പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ചിത്രത്തിലെ ദുൽഖർ സൽമാന്റെ പ്രകടനത്തിനും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. KM വർഗീസ്, ലൂക്കോസ് K ചാക്കോ, AK ഉസ്മാൻ, മോഹൻ അയ്യൂർ എന്നിവർ നിർമ്മാതാക്കളായുള്ള മൈത്രി വിഷ്വൽസ് നിർമ്മിക്കുന്ന പ്രതിമുഖം സിനിമയുടെ ഓഡിയോ ടീസർ ട്രെയിലർ പ്രകാശനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസ്സിയും ചേർന്ന് തിരുവല്ലയിൽ നിർവഹിച്ചു. സിദ്ധാർത്ഥ് ശിവ, രാജീവ് പിള്ള, മുന്ന, സുധീഷ് മോഹൻ അരിയൂർ, പുത്തില്ലം ബാസി, ഹരിലാൽ കോട്ടയം, കവിരാജ് തിരുവല്ല എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. നവാഗതനായ വിഷ്ണു പ്രസാദാണ് ചിത്രത്തിന്റെ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്നത്. റൊമാന്റിക് സ്റ്റാർ വിനീത് കുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് റൈഫിൾ ക്ലബിന്റെ അണിയർ പ്രവർത്തകർ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വാണി വിശ്വനാഥ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ആഷിഖ് അബു ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിക്കുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിൽ വിനീത് കുമാർ അവതരിപ്പിക്കുന്ന ഷാജഹാൻ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് റിലീസായത്. ഹനുമാൻ കൈൻഡ്, സെന ഹെഡ്ഗെ, നദേശ് ഹെഡ്ഗെ, നവനി, റംസാൻ മുഹമ്മദ്, ഉണ്ണിമായ, വിജയരാഘവൻ, വിഷ്ണു അഗസ്ത്യ, സുരേഷ് കൃഷ്ണ, സുരഭി ലക്ഷ്മി, വിനീത് കുമാർ, നിയാസ് മുസ്ലിയാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു. OPM സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ്, ടോണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലൂടെ അനുരാഗ് കശ്യപ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒറ്റപ്പാലം ഫിലിംസ് അക്കാദമി OFA ക്രിയേഷൻസിന്റെ ബാനറിൽ NRI ഫിലിംസ് വർക്കേഴ്സ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന പ്രഥമ സംരംഭമായ ജവാൻ വിലാസ് സ്നേഹമുള്ള ഭാര്യയുടെ ദുഷ്ടനായ ഭർത്താവ് എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഒറ്റപ്പാലത്ത് നടന്നു. അരുൺ S ഭാസ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിലെയും തമിഴിലെയും പ്രശസ്ത നടീ നടന്മാർക്കൊപ്പമുള്ള പുതുമുഖങ്ങളും അണിനിരക്കുന്നു. 4 നായകന്മാരിൽ പ്രധാന നായകനായി വരുന്നതും രചന നിർവഹിക്കുന്നതും ജാഫർ G ആണ്. ഐശ്വര്യ ജാനകിയാണ് നായിക. മോഹൻ സിത്താര, JS സ്റ്റീഫൻ, N ശ്രീനാഥ് എന്നിവർ സംഗീതം പകർന്ന് 3 ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് പരേതനായ യൂസഫ് അലി കച്ചേരിയും ജാഫർ Gയും പുന്നടയിൽ രവികുമാറുമാണ്. ഛായാഗ്രഹണം GK നന്ദകുമാർ, എഡിറ്റിംഗ് ബിബിത ഗോപാൽ എന്നിവർ നിർവഹിക്കുന്നു.